ആമേൻ. നാം ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തർ ക്രിസ്തുവിൻ്റെ അവയവങ്ങളുമെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ നാം വായിക്കുന്നു. നാം എപ്പോഴും ഇങ്ങനെ കൂടി വരുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ ഒരുമിച്ച് കൂടുകയാണ്. ഒരു രാജ്യമാണ്, ദൈവരാജ്യത്തിലെ ഒരു സൈന്യമാണ്, ദൈവത്തിൻ്റെ പട്ടാളക്കാരെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ പട ചേർത്തവനെ പ്രസാദിപ്പിക്കുവാൻ ഒരുത്തനും ജീവനകാര്യത്തിൽ ഇടപെടുന്നില്ല. നാം ഒരു സൈന്യമാണ്, നാം ജീവനുള്ള ദൈവത്തിൻ്റെ സേനകളാണ്. ഈ സത്യങ്ങളിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ മീറ്റിംഗിൽ കടന്നു വന്ന എല്ലാവരെയും കർത്താവ് മാനിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ ഞങ്ങളുടെ മേൽ അങ്ങയുടെ വചനവും കൃപയും ധാരാളം പൊഴിക്കണമേ. എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും ജനങ്ങളെ പുറത്തു കൊണ്ടുവരണം. ഒരു ആത്മീക ബലം, ധൈര്യം എല്ലാവരുടെ മേലും പകർന്നു കൊടുക്കണം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ശക്തി ശക്തി അത്ഭുത ശക്തി യേശുവിൻ രക്തത്തിൽ ഉണ്ട്. ശക്തി ശക്തി അത്ഭുത ശക്തി യേശു ക്രിസ്തുവിൻ രക്തത്തിൽ ഉണ്ട്. ശക്തി ശക്തി അത്ഭുത ശക്തി യേശുവിൻ രക്തത്തിൽ ഉണ്ട്. ശക്തി ശക്തി അത്ഭുത ശക്തി യേശു ക്രിസ്തുവിൻ രക്തത്തിൽ. There is power, there is power, power, wonder-working power in the blood of the Lamb. There is power, power, wonder-working power in the precious blood of the Lamb. There is power, power, wonder-working power in the blood of the Lamb. There is power, power, wonder-working power in the precious blood of the Lamb. കുളിച്ചോ കുഞ്ഞാട്ടി ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോടെ അങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. കുളിച്ചോ കുഞ്ഞാട്ടിൻ ആത്മശുദ്ധി നൽകും രക്തത്തിൽ ഹിമം പോൽ നിഷ്കളങ്കമോടെ അങ്കി കുളിച്ചോ കുഞ്ഞാട്ടിൻ രക്തത്തിൽ. Thank you for the blood of Jesus. Thank you for the blood of Jesus. Thank you for the blood of Jesus. It washes white as snow. Thank you for the blood of Jesus. Thank you for the blood of Jesus. Thank you for the blood
for the blood of Jesus. It washes white as snow. Und Shakti, Shakti, അത്ഭുത ശക്തി യേശുവിൻ രക്തത്തിൽ ഉണ്ട്. ശക്തി, ശക്തി, അത്ഭുത ശക്തി യേശു ക്രിസ്തുവിൻ രക്തത്തിൽ. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. കർത്താവായ യേശുവിന്റെ വിലയേറിയ രക്തത്തിൽ ആശ്രയിക്കുമ്പോൾ പാതാള ഗോപുരം, പിശാചിന്റെ രാജ്യം ഭയപ്പെടുകയാണ്. അതുകൊണ്ട് യേശുവിന്റെ രക്തത്താൽ കഴുകൽപ്പെട്ടവർ ശക്തരാണ്, ബലമുള്ളവരാണ്. കർത്താവിൽ എപ്പോഴും ആ കുഞ്ഞാടിന്റെ രക്തത്തിൽ നമുക്ക് ആശ്രയം വെക്കാം. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ലിജു PB പാലക്കാട്. എൻ്റെ ഗ്രാൻഡ് ഫാദർ വേലായുധൻ കോവിഡ് വന്ന് ആശുപത്രിയിൽ ICUയിലാണ്. അദ്ദേഹം സൗഖ്യമാകാനും ഇതിലൂടെ രക്ഷിക്കപ്പെട്ട് യേശുവിനോട് ചേരുവാനുമായി പ്രാർത്ഥിക്കണം. ആ പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ പരിപൂർണ സൗഖ്യം ആ പ്രിയ അപ്പച്ചനുണ്ടാകട്ടെ, വേഗം സൗഖ്യമാകട്ടെ. യേശുവിനെ അറിയുവാൻ, യേശുവിന്റെ രക്തത്തെ ആശ്രയിച്ച് ഒരു ദൈവ പൈതലായി തീരുവാൻ ഇടയാക്കണം യേശുവിന്റെ നാമത്തിൽ. അനില ഗൾഫ്. എൻ്റെ മകൻ പോളിടെക്നിക് ഡിപ്ലോമ ചെയ്യുന്നു. ഒരു ആക്സിഡന്റ് പറ്റിയതിനെ തുടർന്ന് ചില വിഷയങ്ങൾ എഴുതിയെടുക്കുവാൻ കഴിഞ്ഞില്ല. ഈ മാസം 16-ാം തീയതി മുതൽ പരീക്ഷയാണ്. പ്രാർത്ഥിക്കണം. ആ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ അവന്റെ എല്ലാ പരീക്ഷകൾക്കും വലിയ വിജയമുണ്ടാകണം. അപകടം സംഭവിച്ചപ്പോൾ ഉണ്ടായ ആ ബുദ്ധിമുട്ടുകളൊന്നും ആ കുഞ്ഞിന്റെ വിദ്യാഭ്യാസത്തെ ബാധിക്കരുത്. അവന് നല്ലൊരു ജയമുണ്ടാകട്ടെ. അതുപോലെ വിദ്യാഭ്യാസത്തിലായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കൃപ പകരണം യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഇന്ന് നമ്മൾ ദൈവവചന ധ്യാനത്തിനായി എടുത്തിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം തന്നെയാണ്. ഈ ആഴ്ച നമ്മൾ ആ ഉൽപ്പത്തി 1-ലെ ഓരോ കാര്യങ്ങളൊന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ന്റെ 1-2 വാക്യങ്ങൾ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴ്ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ആദിയിലെ ദൈവം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്. ഇന്ന് ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ദൈവം സൃഷ്ടിപ്പിന്റെ ദൈവമാണ്. ദൈവം സൃഷ്ടിക്കുന്നവനാണ്. നമ്മൾ പറയില്ലേ, ഇത് ഇന്നയാളുടെ കലാസൃഷ്ടിയാണ്, മൈക്കിൾ ആഞ്ചലോയുടെ കലാസൃഷ്ടി എന്നൊക്കെ പറയുന്നത് പോലെ ഒത്തിരി പേർക്ക് കലാസൃഷ്ടികളുണ്ട്. പക്ഷെ കലാസൃഷ്ടികൾക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് വേണം. കുറച്ച് പെയിന്റ് വേണം, ഒരു ചുവര് വേണം, ഒരു ബോർഡ് വേണം, എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഒരു സൃഷ്ടി ഉണ്ടാക്കാൻ പറ്റൂ. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, ആകാശവും വേണ്ട, ഭൂമിയും വേണ്ട, പാഴ്ശൂന്യമായ സാഹചര്യങ്ങളിലാണ് ദൈവം സൃഷ്ടിപ്പുകൾ നടത്തുന്നത്. ദൈവത്തിന് ഒന്നും വേണ്ട ഒരു പുതിയ സൃഷ്ടിപ്പുണ്ടാക്കാൻ. അതിന്റെ അർത്ഥം പാഴായി, ശൂന്യമായി എന്ന് പറയുന്ന, ഇനി ഒരു പ്രയോജനമില്ല എന്ന് പറയുന്ന എന്തെങ്കിലും ഉണ്ടോ? അവിടെ ദൈവം ഒരു മനോഹര സൃഷ്ടി നടത്താൻ വിശ്വസ്തനാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളൊരു ചർച്ച് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചർച്ച് പണിയുന്ന ഒരു കലാകാരൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ശില്പി കൂടിയായിരുന്നു. അദ്ദേഹം ആ ചർച്ചിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തന്നു. അങ്ങനെ അത് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ ജോലിക്കാർ ജോലി ചെയ്യുന്ന കൂട്ടത്തിൽ ആ ചർച്ചിന്റെ പണി നടക്കുന്ന സൈഡിൽ കുറെ മണൽ കൂട്ടിയിട്ടിരുന്നു. ആ മണൽ നോക്കിയിട്ട് അദ്ദേഹം വെറുതെ നിന്നില്ല, ഒരു കമ്പെടുത്തിട്ട് ആ കമ്പെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് 2 വര വരച്ചപ്പോൾ ഞങ്ങൾ പേടിച്ചു പോയി. ഒരു മുതല പൊളിച്ചു നിൽക്കുന്നു. അന്ന് ഇന്നത്തെ പോലെ മൊബൈലിലൊന്നും ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ യൂട്യൂബിൽ ഇടുന്ന പരിപാടി എന്ന് പറയും. യൂട്യൂബിൽ ഇട്ടെങ്കിൽ ഇപ്പോൾ 1 കോടി ആയേനെ. അത്രയും ഭയങ്കരമായി
ഒരു 5 മിനിറ്റ് പോലും എടുത്തില്ല, ഒരു കമ്പെടുത്ത് ഇങ്ങനെ ഒന്ന് കോറിയതാണ്. ഒരു മുതല വാ പിളർന്ന് ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന് പോലും കുറച്ച് മണല് വേണമായിരുന്നു. പക്ഷെ ദൈവത്തിനോ ഒന്നും ആവശ്യമില്ല. ശൂന്യതയിൽ ദൈവം സൃഷ്ടിപ്പുകൾ നടത്തും. ഇല്ലായ്മകളിൽ ദൈവം സൃഷ്ടിപ്പുകൾ നടത്തും. ഇനി പഴയ സൃഷ്ടിയിൽ ദൈവം പുതിയ സൃഷ്ടി നടത്തും. ഭൂമി പാഴ് ശൂന്യമായിരുന്നു. ഭൂമിയുണ്ട്, പാഴായിപ്പോയി. അപ്പൊ അതിനു മുമ്പ് എന്തോ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം തീരുമാനിച്ചു അതിന്മേൽ സൃഷ്ടിപ്പ് നടത്താൻ. ദൈവത്തിന്റെ സ്വഭാവം, ദൈവത്തിന് എപ്പോഴും പുതിയതാക്കാനുള്ള ഒരു പുതുമയുടെ ഹൃദയമുണ്ട്. നമ്മുടെ ദൈവം പഴഞ്ചൻ കാര്യങ്ങളുടെ ദൈവമല്ല, ദൈവം പുതുക്കുന്ന ദൈവമാണ്. നമ്മെ പുതുക്കിയെടുക്കുവാൻ, നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ നമ്മെ ഒന്ന് പുതുക്കിയെടുക്കുവാൻ ദൈവത്തിന് ഇഷ്ടമാണ്. നമ്മെ ഒന്ന് മാറ്റിയെടുക്കുവാൻ. സൗന്ദര്യം കുറഞ്ഞു പോയോ? ആരോഗ്യം കുറഞ്ഞു പോയോ? സമ്പത്ത് കുറഞ്ഞു പോയോ? സന്തോഷം കുറഞ്ഞു പോയോ? മാനസികമായ, ഭൗതികമായ ഏത് കാര്യത്തെയും ദൈവത്തിന് പുതിയതായിട്ട് സൃഷ്ടിക്കുവാൻ കഴിയും. എന്താണ് നിനക്കില്ലാത്തത്? എന്ത് നിന്നിൽ നിന്ന് ശൂന്യമായി പോയി? എന്ത് നിന്നിൽ നഷ്ടമായി പോയി? എന്തിലാണ് നീ ഭാരപ്പെടുന്നത്? അതിനെ പുതുതായി ഉളവാക്കിയെടുക്കുവാൻ നമ്മുടെ ദൈവം സൃഷ്ടിപ്പിന്റെ ദൈവമാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഏതൊക്കെയോ വീടുകളില്ല, ഇനി ഞങ്ങളുടെ വീട്ടിൽ ഒരു പുതിയ കാര്യം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല, ഈ ഉള്ളതിൽ തന്നെ ഞങ്ങൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. ഇല്ല, നിന്റെ വീടിനെ മുഴുവനുമായി അഴിച്ചു പണിയുവാൻ കർത്താവ് മതിയായവനാണ്. അവന്റെ കയ്യിൽ ഒരു കമ്പ് കിട്ടിയാൽ മതി. ആരുടെ? ശില്പിയുടെ കയ്യിൽ. എങ്കിൽ നമ്മുടെ കർത്താവിന്റെ കയ്യിൽ ഒന്നും വേണ്ട, തന്റെ വാക്കുകളാൽ എല്ലാം ഉളവാക്കും. സകലത്തെയും തന്റെ വാക്കുകൾ, ശക്തിയുള്ള വാക്കുകളാലാണ് കർത്താവ് എല്ലാം ചമയ്ക്കുന്നത്. അവൻ കൽപ്പിച്ചാൽ അതുപോലെയാകും. അവൻ വിളിച്ചു വരുത്തിയാൽ സകലതും ഇല്ലായ്മകളിൽ നിന്ന് ഉണ്ടായി വരും. അവനത്രേ നമ്മുടെ ദൈവം, അവനത്രേ യേശു. യേശു ആരെന്നറിയുമ്പോഴാണ് നമുക്ക് യേശുവിനോടുള്ള ഭയവും ആരാധനയും വർദ്ധിക്കുന്നത്. സകലത്തെയും വർദ്ധിപ്പിക്കുവാനും, സകലത്തെയും മനോഹരമാക്കാനും, സകല ശൂന്യതകളെയും സൗന്ദര്യ പൂർണ്ണതയാക്കാനും അവൻ മനോഹരമായി തന്റെ പ്രവർത്തികൾ ചെയ്യുന്ന, മനസ്സലിവുള്ള, വീണ്ടും പുതുതാക്കാൻ ആഗ്രഹിക്കുന്ന സൃഷ്ടാവാം ദൈവമാണ്. നമ്മുടെ ദൈവത്തിന്റെ സ്വഭാവമാണ് സൃഷ്ടിപ്പ് നടത്തുക. അതുകൊണ്ട് കർത്താവിൽ ആശ്രയിച്ച നിങ്ങളുടെ ജീവിതത്തിലെ ഏത് ശൂന്യതകളെയും മാറ്റിമറിക്കുവാൻ കർത്താവിന് താല്പര്യമാണ്. ചില വാക്യങ്ങൾ കൂടി നമുക്ക് അതിനോട് ചേർന്ന് വായിക്കാം. 2 കൊരിന്ത്യർ 5:17. ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഒരുവൻ യേശുവിലേക്ക് വരുമ്പോൾ ഉടനെ അവനിൽ ആ നിമിഷം തന്നെ ഒരു സൃഷ്ടിപ്പ് നടക്കുന്നു. എന്താണ്? മരിച്ചുപോയ അവന്റെ ആത്മാവ്. പാപം ചെയ്യുന്ന നാളിൽ നീ മരിക്കുമെന്ന് പറഞ്ഞില്ലേ? പിന്നീട് ജീവിച്ച മനുഷ്യരെല്ലാം മരിച്ച മനുഷ്യരാണ്. എന്നാൽ യേശുവിൽ ഒരു വ്യക്തി വന്നാൽ, യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം തന്നെ അവനിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു അത്ഭുതം, അവനൊരു പുതിയ വ്യക്തിയായി മാറുന്നു. ആരെ പോലെയാകുന്നു? അവൻ ദൈവത്തെ പോലെയാകുന്നു. അപ്പോൾ യേശുവിനെ സ്വീകരിക്കുന്നതിന് മുന്നമേ മരിച്ച ഒരാത്മാവും ബലഹീനമായ ഒരു ദേഹിയും ബലഹീനമായ ഒരു ശരീരവുമുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ യേശുവിനെ സ്വീകരിച്ചപ്പോൾ ജീവനുള്ള ആത്മാവും ബലമുള്ള ദേഹിയും സൗഖ്യമുള്ള ശരീരവുമായി ആ വ്യക്തിയുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നു. അതുകൊണ്ടാണ് 3 യോഹന്നാൻ 2 പറയുന്നത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും സുഖവും ശുഭവുമായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വീണ്ടും ജനിച്ചൊരു വ്യക്തി എല്ലാ മേഖലകളിലും സുഖവും ശുഭവുമായിരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ പോകുന്നത് കൊണ്ട് ഞാൻ നിങ്ങളെ ഒറ്റക്കിട്ടേച്ച് പോവുകയാണ്. നിങ്ങൾ ഭൂമിയിലാണ്, ഭൂമിയിൽ ഒത്തിരി കഷ്ടങ്ങളുണ്ട്. ഞാൻ പോകുമ്പോൾ ഞാൻ സുഖത്തിലേക്ക് പോകുന്നു. ഞാൻ വെറുതെ പോയി അവിടെ സുഖിക്കുകയല്ല, നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുകയാണ്.
എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. നിങ്ങൾക്ക് പറ്റിയ സ്ഥലങ്ങൾ സെലക്ട് ചെയ്ത് ഞാൻ അവിടെ നിങ്ങൾക്ക് നല്ല വീടുകൾ പണിയും. എന്നിട്ട് ആ ഭവനത്തിൽ നിങ്ങളെ പാർപ്പിക്കാൻ ഞാൻ വരും. ഒരു സൃഷ്ടാവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ മനുഷ്യനായി വന്നിട്ട് കർത്താവ് പറഞ്ഞതാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ ചില കാര്യങ്ങൾ ഉളവാക്കിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് വെറുതെ ഇരിക്കുകയല്ല. യേശുവിനെ സ്വീകരിച്ച ഒരു പുതിയ സൃഷ്ടിക്ക് പറ്റിയത് ഭൂമിയല്ല. പുതിയ സൃഷ്ടിക്ക് പറ്റിയ സ്ഥലം സ്വർഗമാണ്. കാരണം നമ്മുടെ ശരീരം പഴയ സൃഷ്ടിയാണ്. പഴയ സൃഷ്ടിയായി ഈ ശരീരം ഇവിടെ പോകും. ഈ ശരീരത്തിന് വസിക്കാൻ പറ്റിയ വീടും, ഈ ശരീരത്തിന് വിശ്രമിക്കാൻ പറ്റിയ കസേരയും, ഈ ശരീരത്തിന് കിടക്കാൻ പറ്റിയ കിടക്കയും തലയണിയും എല്ലാം ഈ ഭൂമിയിലുണ്ട്. എന്നാൽ ഇതെല്ലാം തീ കൊണ്ട് വെന്തു പോകും, ഈ ശരീരവും ഒഴിഞ്ഞു പോകും. എന്നാൽ ആത്മാവിന് ജീവിക്കാൻ പറ്റിയ ഒരു സ്ഥലമല്ല ഈ ഭൂമി. എങ്കിലും ഈ ശരീരത്തിൽ വസിച്ചുകൊണ്ട് ആത്മാവ് ഞരങ്ങുന്നു എന്നാണ് പൗലോസ് പറഞ്ഞത്. എന്തിനാണ്? ക്രിസ്തുവിനോട് ചേരുവാൻ. ക്രിസ്തുവിനോട് ചേരുവാൻ ഞരങ്ങുകയാണ്. എന്നാൽ മറ്റുള്ളവരുടെ ഭാവിക്ക് പ്രയോജനപ്പെടാൻ ഈ ശരീരത്തിൽ ഞാൻ കുറെ കാലം കൂടി ഇരിക്കുന്നെന്ന് മാത്രം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ നിത്യതയിലേക്ക്, ക്രിസ്തുവിന്റെ അരികിലേക്ക്, ആ സ്വർഗീയ പറുദീസയിലേക്ക് പോകാനാണ്. അതാണ് വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ഹൃദയം, താല്പര്യം, ഉന്മേഷം എല്ലാം നിത്യതയുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് ഭൂമിയിലുള്ളതല്ല, സ്വർഗത്തിലുള്ളതാണ് നാം എപ്പോഴും ചിന്തിക്കാൻ ഇടയാകുന്നത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. യേശുവിലാണ് എല്ലാം വസിക്കുന്നത്. എന്നിട്ട് 10-ാം വാക്യം, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരാകുന്നു. ആദ്യത്തെ സൃഷ്ടി പൂർണ്ണമല്ലാത്തത് കൊണ്ടല്ലേ വീണ്ടും ഒരു സൃഷ്ടിപ്പായി കർത്താവ് ഈ ഭൂമിയിൽ വന്ന ഒരു സൃഷ്ടിപ്പിന് വേണ്ടി നമ്മെ ഒരുക്കിയെടുത്തത്. യേശു ക്രൂശിൽ മരിച്ചത് നമ്മുടെ പഴയ മനുഷ്യനിൽ നിന്ന് ഒരു പുതിയ മനുഷ്യനെ ഉളവാക്കാൻ തന്നെയാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ വിശ്വസിക്കുമ്പോൾ നമ്മുടെയും മരിച്ച ആത്മാവ് ഉയർത്തെഴുന്നേൽക്കുന്നു. നമ്മുടെ ആത്മാവ് ജീവിക്കുന്നു. മാത്രമല്ല, ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരായിരിക്കുന്നു. പരിപൂർണർ ആകുമെന്നല്ല, കൊലോസ്യർ 2:10, അവനിൽ നിങ്ങൾ പരിപൂർണർ ആയിരിക്കുന്നു. നമ്മുടെ ആത്മ മനുഷ്യൻ യേശുവിനെ പോലെ പരിപൂർണനാണ്. പക്ഷെ നമ്മളെപ്പോഴും ചിന്തിക്കും, നമ്മുടെ മനസ്സിലും ശരീരത്തിലൊക്കെ നമ്മൾ പുറമേ കാണുമ്പോൾ, കണ്ണാടിയിൽ നോക്കുമ്പോൾ, മറ്റുള്ളവർ പറയുമ്പോൾ നാം നമ്മുടെ പുറമേയുള്ള മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. ബലഹീന മനുഷ്യൻ, ഓരോ ദിവസവും ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ, രോഗിയായി തീരുന്ന മനുഷ്യൻ, കോവിഡ് വരുന്ന മനുഷ്യൻ. അതാരാ? ആത്മാവിന് കോവിഡ് ഒന്നും വരത്തില്ല, ഈ പുറമേയുള്ള മനുഷ്യനാണ്. എന്നാൽ യേശു ക്രിസ്തുവിൽ പുതിയതായി സൃഷ്ടിക്കപ്പെട്ട നമ്മുടെ ആത്മാവ് പരിപൂർണതയുള്ളതാണ്. എത്ര പേര് ഒരാമയും പറയും? നമ്മുടെ ആത്മാവ് പരിപൂർണതയുള്ളതാണ്. നാം നമ്മെ മനസ്സിലാക്കണം, നാം വളരെ വിലപ്പെട്ടവരായി. യേശു ക്രിസ്തുവിലൂടെ അത് സംഭവിച്ചു. അപ്പോൾ നമ്മുടെ ആത്മാവ് ജീവിച്ചതുപോലെ യേശു ഈ ഭൂമിയിൽ വന്നപ്പോഴും ആത്മാവിനാലും വചനത്താലാണ് യേശു ഉളവായത്. നമ്മളെങ്ങനെയാണ്? ആത്മാവും വചനവും ക്രിയ ചെയ്തപ്പോൾ നമ്മൾ ദൈവമക്കളായി. ലൂക്കോസ് 1:35 വായിക്കുമ്പോൾ, അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, മറിയോട് പറയുകയാണ്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ആത്മാവും വരും, വചനവും വരുമ്പോൾ ഒരു വിശുദ്ധ പ്രജ ഉളവാകും, അത് ദൈവപുത്രനാകും. ഇത് തന്നെയാണ് നമ്മിൽ സംഭവിക്കുന്നത്. യേശുവിൽ സംഭവിച്ചത് അത്യുന്നതന്റെ ശക്തി നിഴലിട്ടു, വചനം ജഡമായി തീർന്നു. ഇത് തന്നെയാണ് നമ്മിൽ സംഭവിക്കുന്നത്. അത്യുന്നതന്റെ ശക്തിയും ദൈവ വചനവും
ഒരുപോലെ ക്രിയ ചെയ്യുന്ന നിമിഷം നമ്മിൽ ഒരു വലിയ സൃഷ്ടിപ്പ് നടക്കുകയാണ്. നമ്മിൽ ഒരു അത്ഭുത മനുഷ്യൻ, മരണമില്ലാത്ത നിത്യനായ തേജസ്സുള്ള യേശുവിന്റെ അതേ രൂപമുള്ള സ്വർഗസ്ഥനായ പിതാവിന്റെ ഒരു പുത്രൻ, ഒരു പുത്രി നമ്മിൽ ഉളവായി വരുന്നു. എത്ര വലിയ അത്ഭുതമാണ് രക്ഷിക്കപ്പെടുക എന്നുള്ളത്. ചിലർക്ക് രക്ഷിക്കപ്പെട്ടോ? രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതത്ര സന്തോഷത്തോടെയാണ് പറയേണ്ടത്. ഒരു അത്ഭുത മനുഷ്യൻ നിങ്ങളിലുണ്ട്. പ്രാർത്ഥനാ മനുഷ്യൻ, വിശ്വാസ വീരൻ, ആത്മ മനുഷ്യൻ, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത മനുഷ്യൻ, പിശാചിന് ഒരിക്കലും തൊടുവാനോ അടുക്കുവാനോ കഴിയാത്ത ഒരു മനുഷ്യനാണ് ആത്മ മനുഷ്യൻ. ആ ആത്മ മനുഷ്യൻ ജനിക്കുമ്പോൾ ഒരു ശിശുവാണ്. എന്നാൽ കൂട്ടായ്മകളിലൂടെ ആത്മ മനുഷ്യൻ, വീണ്ടും ജനിച്ച മനുഷ്യൻ വളരും. വളർന്ന് ക്രിസ്തുവിന്റെ പ്രായത്തിൽ വന്ന് നിന്നിട്ട് കാറ്റേ അടങ്ങ്, കടലെ ശാന്തമാക് എന്ന് പറയും. പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇതുപോലെ ചെയ്യുവാൻ, ഇതുപോലെ ആയിത്തീരുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഒരാത്മ മനുഷ്യൻ, ഞങ്ങളുടെ അകത്തുള്ള മനുഷ്യൻ ആരെന്നുള്ള ബോധ്യമില്ലായ്മ, പിശാചി ഞങ്ങളെ വഞ്ചിക്കുവാൻ, പലപ്പോഴും ഞങ്ങളെ ചതിക്കുവാൻ പല തെറ്റിദ്ധാരണകളും ഞങ്ങളിൽ ഇടുമ്പോൾ, ഞങ്ങൾ ആരെന്നുള്ള ബോധ്യത്തിൽ, ഞങ്ങൾ നിത്യനായ ദൈവത്തിന്റെ മകൻ, മകൾ എന്നുള്ള ബോധ്യത്തിൽ ഇന്ന് ധൈര്യത്തോടെ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും സജീവമാകാൻ ഈ വചനങ്ങൾ ഞങ്ങളിൽ ക്രിയ ചെയ്യണമേ. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനേകരുടെ ഉള്ളിൽ ഒരു പുതു ജനനം സംഭവിക്കട്ടെ, ഒരു ചൈതന്യം ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. നിന്റെ രൂപവും ഭാവവും എന്നിലാകട്ടെ. നിന്റെ ആത്മശക്തിയും എന്നിൽ കവിഞ്ഞിടട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യനേ യേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും യോഗ്യൻ യേശുവേ. നമ്മുടെ കർത്താവിന്റെ ഒരൊറ്റ വാക്കുമതി എല്ലാം സൃഷ്ടിക്കപ്പെടാൻ എന്നതുപോലെ പുതിയ സൃഷ്ടിയായ നമ്മുടെ നാവുകൊണ്ട് നമുക്കും ആ ദൈവത്തിന്റെ അതേ സ്വരൂപമായ സൃഷ്ടിപ്പ് നടത്തുവാൻ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. നമ്മുടെ വീട്ടിലെ ശൂന്യതകളെ മാറ്റുവാൻ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. പുതുഭാഷകൾ സംസാരിക്കും, ഭൂതങ്ങളെ പുറത്താക്കും, രോഗികളെ സൗഖ്യമാക്കും, എന്തിന് മരിച്ചവരെ ഉയർപ്പിക്കും. നിങ്ങൾക്കൊന്നും അസാധ്യമാവുകയില്ല. യേശു പറഞ്ഞു, ഞാൻ ചെയ്തതിനേക്കാൾ വലിയത് നിങ്ങൾ ചെയ്യും. ഞാൻ ചെയ്തതെല്ലാം സൃഷ്ടിപ്പുകളാണ്. ഞാൻ ചെയ്തതിനേക്കാൾ വലിയത് നിങ്ങൾ ചെയ്യണം. കാരണം ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്, ഞാൻ ദൈവത്തിന്റെ സാദൃശ്യമാണ്.
അതുപോലെ നിങ്ങൾ എന്റെ സാദൃശ്യമായതുകൊണ്ട് ഞാനും പിതാവ് ഒന്നായിരിക്കുന്നത് പോലെ നമ്മൾ ഒന്നാണ്. അതുകൊണ്ട് ഞാൻ ചെയ്തത് നിങ്ങളും ചെയ്യണം. ഓ, എത്ര വലിയൊരു പദവിയല്ലേ! അതുകൊണ്ട് നാം സൃഷ്ടിപ്പ് നടത്തുന്നില്ലെങ്കിൽ നമ്മുടെ വീട്, നമ്മുടെ ജീവിതം, നമ്മുടെ ഭാവി വലിയ ക്ലേശകരമായി മാറും. നമ്മുടെ വാക്കുകൾ കൊണ്ട്, വിശ്വാസം കൊണ്ട് മലകളെ മാറ്റുവാനും, അത്തിയെ ഉണക്കുവാനും, കടലെ ശാന്തമാകുന്നു പറയുവാനും, തിരമാലകളുടെ ഗർവമടക്കുവാനും, കാറ്റിനെ ശാന്തമാക്കുവാനും എന്ന് വേണ്ട ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും നമ്മുടെ നാവിന്റെ അധികാരത്തിലാണ് കർത്താവ് വെച്ചിരിക്കുന്നത്. ദൈവം സകലതും വചനത്താൽ സൃഷ്ടിച്ചെങ്കിൽ നാം നമ്മുടെ വാക്കുകളാൽ തന്നെയാണ് വീടിന്റെ അന്തരീക്ഷം മാറ്റേണ്ടത്. അതുകൊണ്ട് യേശു പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സമാധാനം ഉണ്ടാക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. എന്നാൽ യേശു വന്നിട്ട് പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ അനുഗ്രഹീതർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. അപ്പൊ ദൈവത്തിന് കഴിയുന്ന കാര്യം പുത്രന്മാർക്ക് കഴിയും. എന്താണ്? ദൈവത്തിന് മാത്രമേ സമാധാനം തരാൻ കഴിയൂ. അത് ദൈവത്തിന്റെ പുത്രന്മാർക്ക് കഴിയും. സമാധാനം ഉണ്ടാക്കാൻ ദൈവം ഉണ്ടാക്കുന്നത്, ആർക്കും ഉണ്ടാക്കാൻ കഴിയാത്തത്. പലർക്കും വലിയ വലിയ കാറുകൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്, പലതും ഉണ്ടാക്കാൻ കഴിയുന്നു. ഈ ഭൂമിയിൽ ഒത്തിരി ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാം ആമേൻ കുറച്ച് കഴിയുമ്പോൾ കേടുവരും, തകർന്നു പോവും, തരിപ്പണമാകും. എന്നാൽ നിലനിൽക്കുന്ന എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്നത് ദൈവവും ദൈവത്തിൽ വിശ്വസിക്കുന്ന തന്റെ മക്കളുമാണ്. അതുകൊണ്ട് വീടിന്റെ സാഹചര്യങ്ങളെ മാറ്റിമറിക്കുവാൻ വിശ്വാസത്തിന്റെ വാക്കുകൾ നമുക്ക് വിശ്വാസത്തോടെ പറയാം. എബ്രായ ലേഖനം 1:3 വാക്യം എന്താ പറയുന്നത്? അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാണ്. ആകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുന്നു. യേശു ആരായിരുന്നു? അവൻ തേജസ്സിന്റെ പ്രഭ, തത്വത്തിന്റെ മുദ്ര, സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാണ്. ആ കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിലേക്ക് പോയി. യേശു ആരാണ്? സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നു. ഈ ഭൂമി എവിടെ തൂക്കിയിട്ടിരിക്കുന്നേ? നമ്മുടെ വീട്ടിൽ എല്ലാം എന്തിലെങ്കിലും തൂക്കിയിട്ടുണ്ട്. ഷർട്ട് ഒരു ആങ്കറെ തൂക്കിയിട്ടിട്ടുണ്ട്. വീട്ടിലെ ചെടിച്ചട്ടി തൂക്കിയിടാനായിട്ട് ഒരു ഹുക്കുണ്ടല്ലേ? ഊഞ്ഞാല് തൂക്കിയിട്ടിട്ടുണ്ട്. എല്ലാം എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിടണം അല്ലേ? എന്നാൽ ഭൂമി എവിടെയാണ് തൂക്കിയിട്ടിരിക്കുന്നത്? ഭൂമി ഒന്നിന്മേൽ തൂക്കിയിട്ടിട്ടില്ല. നക്ഷത്രങ്ങൾക്ക് അടിസ്ഥാനമുണ്ടോ? എങ്ങും ഉറപ്പിച്ചിട്ടില്ല. ഇതെല്ലാം ആ സ്ഥലത്ത് കോടിക്കണക്കിന് വർഷമായിട്ട് നിൽക്കുകയാണ്. എന്താണ്? ദൈവം അവിടെയാക്കി. രാത്രി സൂര്യനെയും, പകൽ വാഴാൻ സൂര്യനെയും, രാത്രി വാഴാൻ ചന്ദ്രനെയും ദൈവം ആക്കി. അവരെല്ലാം ആ സ്ഥലത്തുണ്ട്. എങ്ങനെ? ശക്തിയുള്ള വചനത്താൽ ദൈവം കൽപ്പിച്ചപ്പോൾ അതെല്ലാം അവിടെ എത്തിക്കഴിഞ്ഞു. അവരിന്ന് വരെ വിശ്വസ്തരാണ്. വചനത്തിന്റെ മുൻപിൽ ഇടത്തോട്ടോ വലത്തോട്ടോ ഒരു സെന്റിമീറ്ററോ ഒരു മില്ലിമീറ്ററോ മാറാൻ കഴിയില്ല. വചനത്താൽ മനുഷ്യൻ സ്ഥാപിച്ച പലതും ആ സ്ഥാനം വിട്ടു മാറിയില്ലേ? മനുഷ്യനുണ്ടാക്കിയ അണക്കെട്ടുകൾ പൊട്ടിയില്ലേ? മനുഷ്യൻ നിർമ്മിച്ച പാലങ്ങൾ തകർന്നു പോയില്ലേ? ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ കൊണ്ട് മനുഷ്യൻ ചെയ്തതെല്ലാം തന്നെ തകർന്നില്ലേ? റോക്കറ്റുകൾ പോയതുപോലെ താഴോട്ട് നിലം പൊത്തുന്നത് നമ്മൾ കാണുന്നില്ലേ? വിമാനങ്ങൾ താഴെ വീഴുന്നില്ലേ? മനുഷ്യന്റെ സാങ്കേതിക വിദ്യകളെല്ലാം താഴെ വീഴുമ്പോൾ വചനത്താൽ ഉളവാക്കിയതെല്ലാം അവിടെയുണ്ട്. അതുകൊണ്ട് വചനത്താൽ ഉളവാകുന്നതെല്ലാം, പ്രാർത്ഥനയിലൂടെയും വിശ്വാസത്താലും നാം ഉളവാക്കുന്നതെല്ലാം നമ്മുടെ വീട്ടിൽ നിലനിൽക്കും. സൗഖ്യം പ്രാർത്ഥനയിലൂടെ ഉണ്ടാകുന്ന സൗഖ്യം നിലനിൽക്കും. മരുന്നിലൂടെ ഉണ്ടാകുന്നത് മരുന്ന് കുറയുമ്പോൾ വീണ്ടും വരും. പ്രാർത്ഥനയിലൂടെ ഉണ്ടാക്കാമോ? അത് മാറും.
പ്രാർത്ഥനയിൽ കൽപ്പിക്കുമ്പോൾ ഭൂതങ്ങൾ, രോഗങ്ങൾ വിട്ടുമാറും, ഇരുട്ട് ഓടിമാറും. സകലത്തെയും ശക്തിയുള്ള വചനത്താൽ വഹിക്കുവാൻ കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിൽ ഒന്ന് വിശ്വസിക്കാം. സൃഷ്ടിക്കുവാനാണ് ദൈവം നമ്മെ ആക്കിയത്. ദൈവം അത് ചെയ്യുന്നു. ദൈവപുത്രൻ അത് ഈ ഭൂമിയിൽ ചെയ്തു കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ വലിയ വലിയ സൃഷ്ടിപ്പുകൾ നടത്തും. ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കാൻ നമ്മുടെ കൂടെയുണ്ട്. പുത്രൻ നമ്മോട് കൂടെയുണ്ട്. പിതാവിന്റെ ഓമന മക്കളാണ്. നമുക്ക് ഈ പാൻഡമിക് പീരീഡിൽ ഇല്ലാത്തതിന് വിളിച്ചു വരുത്താം. നന്മകൾ ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, വീട്ടിൽ സന്തോഷം ഉണ്ടാകട്ടെ, നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ തിരിച്ചു പിടിക്കാം. എല്ലാ ശൂന്യതകളിലും അത്ഭുതങ്ങളെ നമുക്ക് കാണാം. കർത്താവേ, ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ വിടുതലുകൾ ഉണ്ടാകട്ടെ. നിങ്ങളെ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? യേശുവിന്റെ നാമത്തിൽ ഈ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവരുടെ ശരീരങ്ങളിൽ സൗഖ്യമുണ്ടാകട്ടെ. ഉദരത്തിലുള്ള, യൂട്രസിലുള്ള ഗ്രോത്തുകൾ മാറട്ടെ. നെഞ്ചിലുള്ള, മാറിലുള്ള ഗ്രോത്തുകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. എല്ലാ മുഴകളും ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ശരീരം പരിപൂർണമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യമുണ്ടാകട്ടെ. മനസ്സിന്റെ ഭാരം മാറട്ടെ. സമാധാനം, സകല ബുദ്ധിയും കവിയുന്ന സമാധാനം കൊണ്ട് ഇവർ നിറയട്ടെ. ഞാൻ ഇവർക്ക് വേണ്ടി സമാധാനം ഉണ്ടാക്കുന്നു. ഈ വീടുകളിൽ സമാധാനം ഉണ്ടാകട്ടെ. എല്ലാവർക്കും സമാധാനം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു. ദാരിദ്ര്യം മാറട്ടെ. സമൃദ്ധി ഉണ്ടാകട്ടെ. നന്മകൾ ഉണ്ടാകട്ടെ. അവർക്ക് നല്ല ഭാവി ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. കർത്താവ് അത് ചെയ്തിരിക്കുകയാണ്. വിശ്വസിക്കാം. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു.